ഗബ്രിയുടെ റീ എൻട്രി എല്ലാവരും കാത്തിരുന്ന ഒന്നാണ്. ഗബ്രി അകത്തെത്തുമ്പോൾ ജാസ്മിനോട് എങ്ങനെ പെരുമാറുമെന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടത്. കാരണം ഇതിൻ്റെ പേരിൽ ഗബ്രിയും ജാസ്മിനും ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. ജാസ്മിൻ അതൊന്നും കൂടുതലായിട്ട് ഹൗസിലായതുകൊണ്ട് തന്നെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ സഹിച്ചു. ഒരുപാട് ഇൻ്റർവ്യൂകളും ഒരുപാട് ട്രോളുകളും ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കും സൈബർ അറ്റാക്കും ഒക്കെ ഗബ്രി നേരിട്ടിട്ട് വന്നതാണ്. പക്ഷേ ജാസ്മിനോട് എങ്ങനെ ഗബ്രി പെരുമാറും, ഇമേജിൽ കോട്ടം തട്ടിയിട്ടുള്ളത് കൊണ്ട് ഗബ്രിയുടെ റീ എൻട്രിയിൽ ജാസ്മിനെ തള്ളി പറയുമോ അല്ലെങ്കിൽ ഒരു അകൽച്ച കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഗബ്രിയുടെ അഭിപ്രായമോ ഗബ്രിയുടെ പെരുമാറ്റമോ ഒരു 10% പോലും മാറിയിട്ടില്ല. എങ്ങനെയാണോ പഴയതുപോലെ ജാസ്മിനോട് പെരുമാറിയത് അതേപോലെ തന്നെയാണ് ഗബ്രി ഇപ്പോഴും പെരുമാറുന്നത്. ഒരു പൊടിക്ക് പോലും അകലം ജാസ്മിനുമായിട്ടുണ്ടായിട്ടില്ല. കാരണം ഗബ്രി പറയുന്നത് ഞാൻ എന്ത് വന്നാലും നേരിടും, എന്ത് വന്നാലും എനിക്കതൊരു വിഷയമല്ല എന്നതാണ്. ഗബ്രി ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എങ്കിൽ ജാസ്മിനോട് ഒരു അകലം പാലിച്ചേനെ. പക്ഷേ അങ്ങനെയല്ല. ഒരു റിലേഷൻഷിപ്പിൽ 100% കൊടുക്കുന്ന ആളാണ് ഗബ്രി എന്നത് മനസ്സിലായി. നിൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഫോട്ടോ എടുത്ത് മാറ്റിയതൊക്കെ നിൻ്റെ നല്ലതിന് വേണ്ടിയാണെന്നാണ് ഗബ്രി ഇവിടെ വന്നതിന് ശേഷം ജാസ്മിനോട് പറഞ്ഞത്. പുറത്തുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ നിന്നോട് പറയാൻ പറ്റില്ലെന്നും ഗബ്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗബ്രിയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് ജാസ്മിനെ ചേർത്ത് നിർത്തിയതുപോലെ തന്നെ ഇപ്പോഴും ചേർത്ത് നിർത്തുന്നുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ വാ തോരാതെ ഗബ്രിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ഇൻ്റർവ്യൂകളിൽ വന്നാലും എവിടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാലും ഗബ്രി അന്ന് മുതലേ ജാസ്മിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഗബ്രി അന്ന് മുതലേ ജാസ്മിനെ ചേർത്ത് നിർത്തിയാണ് സംസാരിക്കുന്നത്. ജാസ്മിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ഗബ്രി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല എല്ലാ ഇൻ്റർവ്യൂകളിലും വന്നപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് ഗബ്രി സംസാരിച്ചിട്ടുള്ളത്. ഗബ്രിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ജാസ്മിൻ്റെ ഉപ്പയുടെ അടുത്തു നിന്നും വീട്ടുകാരുടെ അടുത്തു നിന്നും ഒക്കെ നല്ല രീതിയിൽ വിമർശനങ്ങളും ചീത്തവിളികളും ഒക്കെ കേൾക്കേണ്ടി വന്നു. അഫ്സലിൻ്റെ മറ്റൊരു ഇഷ്യൂ, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂകൾ പുറത്ത് നടന്നു. ജാസ്മിൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ്. ഗബ്രിയോട് പറഞ്ഞിരുന്നത് ഒരു വെറുതെ വന്നൊരു കല്യാണാലോചനയാണ് എന്നാണ്. അഫ്സലിൻ്റെ പേരൊക്കെ പറഞ്ഞ് തള്ളി പറഞ്ഞു. അഫ്സൽ പുറത്ത് ജാസ്മിനെ ഉപേക്ഷിച്ച് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ പുറത്ത് നടന്നിട്ടും ജാസ്മിൻ്റെ കൂടുതൽ പണ്ടുള്ള റിലേഷൻഷിപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി. എന്നിട്ട് പോലും ജാസ്മിനെ ഒരു പൊടി അകലത്തിൽ പോലും ഗബ്രി അകറ്റി നിർത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല. ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇപ്പോഴും ഗബ്രി നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എന്ന് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നാണ്, എന്ത് വന്നാലും ഞാൻ നേരിടും എന്നാണ് ഗബ്രിയുടെ ഒരു മനോനില. ഇവർ തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളത് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിൽ എനിക്ക് പ്രണയമാണെന്ന് ജാസ്മിൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗബ്രി പറഞ്ഞത് പ്രണയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നടക്കില്ല എന്നാണ് ഗബ്രി പറഞ്ഞത്. എന്നിരുന്നാലും ജാസ്മിനോടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഗബ്രി ഇപ്പോഴും നന്നായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അതൊരു സിൻസിയർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. കാരണം അതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്, ഒരു നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിൽ 100% ഗബ്രി കൊടുത്തിട്ടുണ്ട്, ജാസ്മിനും കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രത്തോളം വിമർശനങ്ങൾ കേട്ടു. വീട്ടുകാർ വന്ന് ഗബ്രിയുടെ ഫോട്ടോയും മാലയൊക്കെ എടുത്തു. പുറത്ത് വൻ നെഗറ്റീവാണെന്ന് പല സോഴ്സ് വഴിയും ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ജാസ്മിൻ ഒരു പൊടിക്ക് പോലും ഇതിൽ നിന്ന് മാറിയിട്ടും ഇല്ല, ഗബ്രിയും മാറിയിട്ടില്ല.